നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ സുഭാഷിതം ചാനൽ വളരെ വ്യത്യസ്തമായും പ്രത്യേകതകൾ കൊണ്ടും ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് പോലെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വിഷയമാണ് ഈ അംഗനവാടിക്കാരുടെ വിഷയം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല വാർത്തകളും അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പരാതികളും പരിഭവങ്ങളും ദുഃഖങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോകളായി ചെയ്യാറുണ്ട്. ഇന്നലെ എന്തായാലും അംഗനവാടിക്കാരെ സംബന്ധിച്ച് വളരെ ശുഭകരമായ ഒരു ദിവസമായിരുന്നു. തീരുമാനങ്ങൾ വരുന്നതേ ഉള്ളൂ, എല്ലാ തീരുമാനങ്ങളും പുറത്ത് വന്നിട്ടില്ല. എങ്കിൽ പോലും ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ട്രേഡ് യൂണിയനുകൾ, അതായത് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന CITU, INTUC, AITUC, UTUC തുടങ്ങിയ സംഘടനകളുടെ ഭാരവാഹികളെ വിളിച്ചുകൊണ്ട് മന്ത്രി ശ്രീമതി വീണ ജോർജിൻ്റെ ക്യാബിനിൽ അവരുടെ ഹരിത എസ് കുമാറും, അതായത് ഡയറക്ടറും വനിതാ ശിശുക്ഷേമ ഡയറക്ടറും ഉൾപ്പെടെ ഹരിത എസ് കുമാർ IAS ഒക്കെ ഉൾപ്പെടെ മീറ്റിംഗ് ചെയ്ത് വളരെ രസകരവും മനോഹരവും പ്രോത്സാഹനകരവും ആവേശകരവുമായ മീറ്റിംഗ് ആയിരുന്നു എന്നാണ് അതിനുശേഷം പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ. അതിനുശേഷം ഉടൻ തന്നെ ക്ഷേമനിധി ചെയർപേഴ്സൻ്റെ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ വളരെ വിശദമായി അവർ ചെയർപേഴ്സൺ വിശദമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇന്നലെ തന്നെ ഈ വിഷയങ്ങൾ അറിഞ്ഞിരിക്കും. എന്നാലും നമ്മളുടെ ആളുകളും പ്രേക്ഷകരുമൊക്കെ പൊതുസമൂഹമൊക്കെ ഇത് അറിയണം. കാരണം നമ്മൾ തുടർച്ചയായി വീഡിയോ ഒക്കെ ചെയ്യുന്നൊരു മേഖല ആയതുകൊണ്ടാണ് ഇതിനകത്ത് വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല, മറ്റ് സംഘടനകളുടെ ആളുകൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അവർ പോയ കഥകൾ, അവർ കൊടുത്ത ഡിമാൻഡുകൾ, നിവേദനങ്ങൾ ഇതൊക്കെ അവർ പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സമാഹരിക്കാൻ, നമ്മുടെ ചാനലിനും നമ്മുടെ സംവിധാനങ്ങൾക്ക് സമാഹരിക്കാൻ പറ്റുന്ന വിവരങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. 3 അജണ്ടകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, വളരെ പൊതുവായ കാര്യങ്ങൾ, അംഗനവാടികളുടെ പൊതുവായ കാര്യങ്ങൾ. 2, മെനുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 3 പറയുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ പൊതുവായ കാര്യങ്ങൾ പല കാര്യം, പോഷൻ ട്രാക്കർ, അങ്ങനത്തുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊരു വഴിക്ക് പോയി, അതൊരു വഴിക്കാണ് തീരുമാനം വരുന്നത്. അത് വളരെ ജനറൽ കാര്യങ്ങളാണ്. അപ്പോൾ പ്രധാന സ്പെസിഫിക്കായ 2 കാര്യം, ഒന്ന് മെനുവിൽ വരുത്തേണ്ട പരിഷ്കാരമാണ്. എന്തായാലും ബിരിയാണി നിലനിർത്തണം, കാരണം ബിരിയാണിയാണല്ലോ ഇതിനൊരു ക്യാച്ചിങ് ആയിട്ടുള്ളത്. അപ്പോൾ ബിരിയാണി നിലനിർത്തിക്കൊണ്ട് ബാക്കി പല പലഹാരങ്ങളിലും പല കാര്യത്തിലും ആവശ്യമായ ക്രമീകരണമൊക്കെ വരുത്തി പണം ആവശ്യമായ സാധന സാമഗ്രികളിലൊക്കെ കൊടുക്കുവാനും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളോട് ഇതിലൊന്ന് ഇടപെടുവാനും സീരിയസായി ഇടപെടുവാനുമുള്ള നടപടികൾ തുടർ ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് മന്ത്രി ചർച്ചയിൽ ഒരു ആശയം വെച്ചു. അപ്പോൾ മറുപടിയായിട്ട് വെച്ചു. കാരണം ഇതെന്തൊക്കെ മിനിറ്റ്സ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തീരുമാനമൊന്നും എനിക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റത്തില്ല. മിനിറ്റ്സ് ആവണം. കാരണം ഒരു യോഗം ചേർന്നാൽ യോഗത്തിന് മിനിറ്റ്സ് വരണം. മിനിറ്റ്സ് ആയാലേ പുറത്ത് കിട്ടത്തുള്ളൂ. മിനിറ്റ്സ് ആയ പിന്നെ ആരെങ്കിലുമൊക്കെ അത് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. എന്തായാലും മിനിറ്റ്സ് ആവും. അപ്പോൾ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല, അറിയത്തില്ല. എന്തായാലും മിനിറ്റ്സ് ആവും. പക്ഷേ മിനിറ്റ്സ് ആയാലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാലും പിന്നെ മിനിറ്റ്സിൻ്റെ പുറത്താണ് നടപടികൾ. അങ്ങനെയാണല്ലോ യോഗം, അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും മെനുവിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ കേൾക്കുകയും പ്രത്യേകിച്ച് അത് ഭരണകക്ഷി സംഘടനകൾ കൂടിയൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് കേൾക്കുകയും അതിനാവശ്യമായ ചില ക്രമീകരണങ്ങൾ വരുത്താം എന്നുള്ള ധാരണ ഇന്നലെ ആയിട്ടുണ്ട്. 2, ക്ഷേമനിധിയെ സംബന്ധിച്ചാണ്. ക്ഷേമനിധി ബോർഡിനെ സംബന്ധിച്ച് 23 വരെയുള്ള പെൻഷൻ പറ്റിയ എല്ലാവർക്കും അംശാദായം കൊടുത്തു കഴിഞ്ഞു. 12 കോടി രൂപ നേരത്തെ അനുവദിച്ചു. അത് എല്ലാവരുടെ അക്കൗണ്ടിലെത്തി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. 2024 പെൻഷൻ പറ്റിയവർക്കുള്ള അംശാദായം 25 കോടി രൂപയാണ് അതിന് ആവശ്യം വരുന്നത്. അത് ഒരുപക്ഷെ ഉടനെ തന്നെ കിട്ടാൻ സാധ്യത. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ അത് കൊടുത്താലേ പറ്റുള്ളൂ. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പായ പിന്നെ ചട്ടം വരുന്നുണ്ട്, പെരുമാറ്റ ചട്ടം വരുന്നുണ്ട്, കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 2016 ക്ഷേമനിധി ആക്ട് വന്നപ്പോൾ കുറേ പേരുടെ പെൻഷൻ കട്ടായിപ്പോയി. അതിൽ ആക്റ്റിൽ ഭേദഗതി വരുത്തി അവർക്കും പെൻഷൻ. അപ്പോൾ പെൻഷൻകാരുടെ 2 വിഷയങ്ങൾ 2023 ആൾറെഡി സെറ്റിലായി കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 24 സെറ്റിലാകും. അതിനകത്ത് പണം സർക്കാർ വകയിരുത്തി വെച്ചിട്ടുണ്ടെന്നാണ് ഇന്നലെ അവരെ അറിയിച്ചത്. 3ാമത്തെ വിഷയമാണ് കട്ടായ പെൻഷൻ്റെ വിഷയം തീരുന്നത്. അപ്പോൾ പെൻഷൻകാരുടെ കുറേ പ്രശ്നങ്ങൾ അങ്ങനെ വരുന്നു. അതേസമയം തന്നെ അപ്പോൾ വർക്കർമാരുടെ, ഹെൽപ്പർമാരുടെ മറ്റ് ചില ദീർഘകാല ഇഷ്യൂസ് ഉണ്ട്. അവരുടെ സേവന വേതന വ്യവസ്ഥകൾ ഒന്ന് പരിഷ്കരിക്കണം, അത് ശമ്പളം കൂട്ടണം, പിന്നെ അതുപോലെ തന്നെ മറ്റ് ഗ്രാറ്റുവിറ്റി, മറ്റ് ആനുകൂല്യങ്ങളെ, ESA, മറ്റൊരുപാട് ആനുകൂല്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. അത് നമ്മൾ പല വീഡിയോസിലായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. പക്ഷേ എന്തായാലും അത്യാവശ്യം നടക്കേണ്ടുന്ന 2-3 കാര്യങ്ങൾ ഇന്നലെ ശുഭമായി നടന്നു. ഇനിയും വരട്ടെ. ഇത് ഗവൺമെൻറ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. അത് ഒരു ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും, ഒരു വിഭാഗത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ദിവസത്തെ ഒറ്റ മീറ്റിംഗ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പലതിലും സാമ്പത്തിക ബാധ്യത വരും. പിന്നെ അതുപോലെ തന്നെ നിയമങ്ങൾ മാറ്റേണ്ടതുണ്ട്, ചട്ടങ്ങൾ മാറ്റേണ്ടതുണ്ട്. ആക്ട് ഒരുപാട് വളരെ സങ്കീർണ്ണമാണ് ഈ സർക്കാർ സംവിധാനം എന്ന് പറഞ്ഞാൽ. നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ഒരു ഈസി ആയിട്ട് അലുവ മുറിച്ച് കഴിക്കുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു ശുഭ വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ ആളുകൾക്കൊക്കെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ചോദിക്കും, സാർ എന്താണ് വാർത്തകളെന്ന് അറിയാനൊരു കൗതുകം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ തന്നെ
ഇതിനെ സംബന്ധിക്കുന്ന വീഡിയോസ് കേരളത്തിലെ അംഗനവാടിക്കാർ അറിഞ്ഞു കാണും, കാരണം ആ ഗ്രൂപ്പുകളിലൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും നമ്മളുടെ കടമയും ധർമ്മവും നിർവഹിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായും ശുഭവാർത്തകളാണ് വരുന്നത്. അപ്പോൾ പെൻഷൻകാരുടെ ആ പ്രശ്നം പരിഹരിക്കട്ടെ. മെനുവിൻ്റെ പ്രശ്നവും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു, അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ചർച്ചകളിലൂടെ, അത് ഭരണകക്ഷിയുടെ സ്വാധീനമാണ് എപ്പോഴും ചർച്ചകളിൽ വരേണ്ടത്. കാരണം അവർ ആര് ഭരിച്ചാലും ഒരു ഭരണകക്ഷി യൂണിയനാണല്ലോ എപ്പോഴും, അല്ലെങ്കിൽ അസോസിയേഷന് കൂടുതൽ വരുന്നത്. കാരണം അവർ പറയുമ്പോഴാണ് ഇത് മീറ്റിങ്ങൊക്കെ വിളിക്കാനും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ മീറ്റിംഗ് തന്നെ വിളിച്ചിരിക്കുന്നത് അവരുടെ ഇടപെടൽ കൊണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വരും. പിന്നെ പ്രതിപക്ഷത്തുള്ള സംഘടനകളുമൊക്കെ വരുന്നു, എല്ലാവരും ചർച്ച ചെയ്യുന്നു. വളരെ സന്തോഷം. നമുക്ക് പുതിയ വാർത്തകളുമായി നമുക്ക് വീണ്ടും വരാം. എന്തായാലും അംഗനവാടിക്കാരുടെ ഇപ്പോൾ ഇന്നലെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്ന വിഷയങ്ങൾ തീരുമാനമാകട്ടെ, മിനിറ്റ്സ് വരട്ടെ, അതിൻ്റെ ഓർഡർ ഇറങ്ങട്ടെ. തീർച്ചയായിട്ടും പുതിയ വിശേഷങ്ങളും വാർത്തകളുമായി സുഭാഷിതം ചാനൽ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കും.